കേശിനി മൊഴി എന്ന പാഠത്തിൻ്റെ ഒരു ആമുഖം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പാഠഭാഗത്തിലേക്ക് ഒന്ന് കടക്കാം. അയോധ്യാധിപതിയായ ഋതുപർണ മഹാരാജാവിൻ്റെ തേരാളിയായി വന്നത് നളൻ തന്നെയെന്ന് ഉറപ്പുവരുത്താനായി ദമയന്തി തൻ്റെ തോഴി കേശിനിയെ പറഞ്ഞയക്കുന്നു. കേശിനി ബാഹുകനെ നേരിൽ കണ്ട് സംസാരിക്കുകയും തുടർന്ന് ബാഹുകൻ്റെ പ്രവൃത്തികളൊക്കെ ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം താൻ കണ്ടെത്തിയ വിവരങ്ങൾ ഓരോന്നും സ്വകാര്യമായി കേശിനി ദമയന്തിയെ അറിയിക്കുന്നതാണ് പാഠസന്ദർഭം. കേശിനിയുടെ വിവരണങ്ങളിൽ നിന്ന് ബാഹുക വേഷധാരിയായി ഋതുപർണ രാജാവിനോടൊപ്പം എത്തിയത് തൻ്റെ ഭർത്താവായ നളൻ തന്നെയാണെന്ന് ദമയന്തി ഉറപ്പിക്കുന്നു. 6-ാം അംഗം ഭൈമീഗൃഹം ശ്ലോകമാണ്. വെളിച്ചമേ ചെന്നു തിരഞ്ഞൊരോന്നേ കളിച്ചവൻ ചൊന്നതു കേട്ടുപോന്നു ഒളിച്ചു പിന്നൊട്ടു ധരിച്ചു ദൂതി വിളിച്ചു ഭൈമീം വിജനേ പറഞ്ഞാൾ. വെളിച്ചമേ, വെളിച്ചത്തിൽ, അതായത് നേരിട്ട് ചെന്ന് തിരഞ്ഞൊരോന്നേ, ഓരോന്നു തിരഞ്ഞു, ഓരോന്ന് അന്വേഷിച്ചു. അപ്പോൾ കളിച്ചവൻ ചൊന്നതു കേട്ടുപോന്നു. കളിച്ചവൻ, അവൻ കളിമട്ടിൽ പറഞ്ഞത് കേട്ടിട്ട് അവൾ തിരിച്ചു പോന്നു. എന്നിട്ടോ ഒളിച്ചു പിന്നൊട്ടു ധരിച്ചു ദൂതി. പിന്നെ എന്താ ചെയ്തേ? അവൾ ഒളിച്ചു നിന്നു ധരിച്ചു. അവൾ ഒളിച്ചു നിന്ന് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചു. ആരാണ്? ദൂതി തോഴി. എന്നിട്ടോ വിളിച്ചു ഭൈമീം വിജനേ പറഞ്ഞാൾ. വിളിച്ചു ഭൈമിയെ വിളിച്ച് വിജനതയിൽ, വിജനമായി, സ്വകാര്യമായി പറഞ്ഞാൾ, അവൾ പറഞ്ഞു. അപ്പോൾ വെളിച്ചത്തിൽ നേരിട്ട് അവനോട് ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു അവൾ? അവൻ കളിയായിട്ട് പറഞ്ഞതൊക്കെ കേട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഒളിച്ചു നിന്ന് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഭൈമിയെ വിളിച്ച് സ്വകാര്യമായി ഇങ്ങനെ പറഞ്ഞു. അനന്തരം ചിന്താമഗ്നയായി ഭൈമി പ്രവേശിക്കുന്നു. ഉടനെ കേശിനി വന്ന് ചുമലിൽ കൈവച്ച് കുലുക്കി വിളിക്കുന്നു. ഭൈമി കേശിനിയെ കണ്ട് സന്തോഷിക്കുന്നു. കേശിനി: പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾനി പുരുഷരത്നമീ ബാഹുകനോ ധീമാനവൻ എന്നോടു നാമവും വാർത്തയും ചൊന്നാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, ശ്ലോകത്തിൽ കഥാസന്ദർഭമാണ് പറയുന്നത്. നേരത്തെ നടന്ന കഥയും ഇനി നടക്കാനിരിക്കുന്ന കഥയും ഒക്കെ ആയിട്ടുള്ള ഒരു സന്ദർഭമാണ് ശ്ലോകത്തിൽ പറയുന്നത്. പദം എന്ന് പറയുന്നത് എന്താണ്? കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ്. അപ്പോൾ ഇവിടെ കേശിനി എന്തൊക്കെയാണ് ഭൈമിയോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പൂമാതിനൊത്ത ചാരുതനോ, പൂമാതാര ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിക്ക് തുല്യമായ ചാരുതനോ, ചാരു മനോഹരമായ, തനു എന്താണ്? ശരീരം. അപ്പോൾ ലക്ഷ്മീദേവിയെ പോലെ മനോഹരമായ ശരീര സൗന്ദര്യമുള്ളവളെ വൈദർഭി, വിദർഭ രാജാവിൻ്റെ പുത്രി, നീ കേൾക്കുക. പുരുഷരത്നമീ ബാഹുകനോ, ഈ ബാഹുകൻ ആരാണ്? പുരുഷരത്നമാണ്. പുരുഷന്മാരിൽ രത്നമായിട്ടുള്ളവനാണ്. ആരാ? ബാഹുകൻ. ധീമാൻ അവൻ എന്നോട്, ധീമാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ അവൻ എന്നോട് അവൻ്റെ നാമവും വാർത്തയും ഒക്കെ പറഞ്ഞു. നളനില്ലൊരപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്കരുതു കോപം പോൽ ഖലനല്ല വാക്കുകേട്ടാൽ ചലമുണ്ടെന്നതും തോന്നാ പലതും പറഞ്ഞു പിന്നെ ഫലിതമത്രേ പാർത്തോളം. പിന്നെ പറഞ്ഞതെന്താ? നളനില്ലൊരപരാധം പോൽ. നളന് അപരാധം ഇല്ല. നളൻ ഒരപരാധവും ചെയ്തിട്ടില്ല. ഉണ്ടെന്നാകിലും, അഥവാ എന്തെങ്കിലും അപരാധം അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ? കുലനാരിക്കരുത് കോപം പോൽ. കുലനാരിമാർ, പതിവ്രതകളായ സ്ത്രീകൾ എന്ത് ചെയ്യരുത്? ഭർത്താവിനോട് കോപിക്കരുത്. ഖലനല്ല വാക്കുകേട്ടാൽ. ഖലൻ
ദുഷ്ടൻ. അവൻ്റെ വാക്ക് കേട്ടാൽ അവൻ ദുഷ്ടനല്ല എന്ന് തോന്നും. ചലമുണ്ടെന്നതും തോന്നാം. ചലമുണ്ടെന്നതും അവൻ കള്ളനൊന്നുമല്ല എന്നും നമുക്ക് തോന്നും. പിന്നെയും വീണ്ടും പലതും പറഞ്ഞു. ഫലിതമത്രേ പാർത്തോളം. പറഞ്ഞത് പകുതിയും എന്താണെന്ന് തോന്നും? തമാശയാണ് പറഞ്ഞതെന്ന് നമുക്ക് ആലോചിച്ചാൽ തോന്നും. അന്നാദിപാകസംഭാരം സ്വാമിനിയോഗാൽ വന്നതു കണ്ടേനന്നേരം. കുംഭേ നിറഞ്ഞു നീരം കുതുകമെത്രയും പാരം. ദംഭം കൂടാതെ ഘോരദഹനൻ കത്തിയുദാരം. അന്നാദിപാകസംഭാരം എന്ന് പറഞ്ഞാൽ എന്താ? ചോറും കറികളും പാകം ചെയ്യാനുള്ള വസ്തുക്കൾ സ്വാമിനിയോഗാൽ രാജാവിൻ്റെ നിർദ്ദേശാനുസരണം വന്നതു കണ്ടേൻ അന്നേരം. ആ സമയത്ത് വന്നത് ഞാൻ കണ്ടു. അപ്പോഴോ കുംഭേ നിറഞ്ഞു നീരം. അപ്പോൾ കുംഭത്തിൽ കുടത്തിൽ നീരം നിറഞ്ഞു. നീരമെന്താ? വെള്ളം തനിയെ നിറഞ്ഞു. കുതുകം എത്രയും പാരം വർദ്ധിച്ച തരത്തിലുള്ള കുതുകം എന്താ? കൗതുകമുണ്ടായി. അത് കണ്ടിട്ട് വർദ്ധിച്ച തരത്തിലുള്ള കൗതുകം എനിക്ക് ഉണ്ടായി. ദംഭം കൂടാതെ ഘോരദഹനൻ കത്തിയുദാരം. ദംഭം എന്ന് പറഞ്ഞ അഹങ്കാരം. യാതൊരു അഹങ്കാരവുമില്ലാതെ ഘോരനായ ദഹനൻ അഗ്നി ഉദാരമായി കത്തുകയും ചെയ്തു. അപ്പോൾ കുടത്തിലൊക്കെ താനേ വെള്ളം നിറയുന്നതും യാതൊരു അഹങ്കാരവുമില്ലാതെ അഗ്നി പെട്ടെന്ന് കത്തുന്നതുമൊക്കെ ഞാൻ അവിടെ കണ്ടു. വേഗേന വച്ചൊരുങ്ങിക്കൊണ്ടങ്ങു ചെന്നു സാകേതപതിയെ വണങ്ങി. പോന്നു തേരിലൊതുങ്ങി പൂനിര കണ്ടുമയങ്ങി. അവമർദ്ദനം തുടങ്ങി അവകളപ്പോൾ വിളങ്ങി. വേഗേന വച്ചങ്ങൊരുങ്ങി. വേഗേന ദേഹശുദ്ധി. വച്ചങ്ങൊരുങ്ങി വേഗേന ദേഹശുദ്ധിയൊക്കെ വരുത്തി. വേഗേന ശരീരശുദ്ധിയൊക്കെ വരുത്തി കൊണ്ടങ്ങു ചെന്നു സാകേതപതിയെ അയോധ്യാപതിയായ ഋതുവർണ്ണ മഹാരാജാവിനെ വണങ്ങി. പോന്നു തേരിലൊതുങ്ങി. അതിനുശേഷം എന്താ? തേരിൽ വന്ന് കയറി. അപ്പോഴെന്താ? കുറച്ച് പൂനിര കണ്ടു മങ്ങി. കുറച്ച് മങ്ങിയ പൂനിരകൾ പൂക്കൾ കിടക്കുന്നത് കണ്ടു. അവമർദ്ദനം തുടങ്ങി. അവ എന്തു ചെയ്യാൻ തുടങ്ങി? ഈ പൂക്കളെയൊക്കെ പതുക്കെ നളൻ തടവാൻ തുടങ്ങി, തഴുകാൻ തുടങ്ങി. അപ്പോൾ അവകളപ്പോൾ വിളങ്ങി. അപ്പോൾ വാടിക്കിടക്കുന്ന പൂക്കളൊക്കെ നളൻ തഴുകിയപ്പോൾ പഴയതുപോലെ നന്നായി വിടർന്നു വിലസി നിൽക്കുന്നത് കണ്ടു. കേശിനി പോകുന്നു. ഭൈമി ചിന്താകുലയായിരിക്കുന്നു. ദേവാദികൾ അനേക തരത്തിലുള്ള വരങ്ങൾ നളന് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അത് ആർക്കറിയാം? ദമയന്തിക്ക് അറിയാം. അപ്പോൾ നളൻ സ്മരിക്കുന്ന സമയത്ത് അടുത്തു വരാമെന്ന അഗ്നിയും നളൻ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന യമനും സ്മരണമാത്രയിൽ തന്നെ ജലം ലഭിക്കുമെന്ന വരുണനും യാഗത്തിൽ മോക്ഷം പ്രത്യക്ഷമായിരിക്കട്ടെ എന്ന് ഇന്ദ്രനും വരം കൊടുത്തിരുന്നു. ഈ വരങ്ങളുടെ ശക്തിയാണ് മറഞ്ഞു നിന്ന കേശിനി കണ്ടത്. ഈ ഗുണഗണങ്ങളെല്ലാമുള്ള ആൾ നളൻ തന്നെയാണെന്ന് ദമയന്തി കേശിനിയുടെ ഈ വാക്കുകളിൽ നിന്നാണ് ഉറപ്പിക്കുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ ആശയം നമുക്കൊന്നുകൂടെ നോക്കാം. വെളിച്ചത്തിൽ നേരിട്ട് ചെന്ന് ഓരോന്ന് അന്വേഷിച്ചു. കളിമട്ടിൽ അവൻ പറഞ്ഞത് കേട്ട് കേശിനി തിരികെ പോന്നു. പിന്നീട് ഒളിച്ചു നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ദമയന്തിയെ വിജനമായ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ലക്ഷ്മീദേവിക്ക് തുല്യമായ ശരീരഭംഗിയുള്ളവളെ വിദർഭരാജപുത്രി, നീ കേട്ടാലും ഈ ബാഹുകൻ പുരുഷരത്നമാണ്. ധീമാനായ അവൻ എന്നോട് അവൻ്റെ നാമവും വാർത്തയും പറഞ്ഞു. നളൻ അപരാധമൊന്നും ചെയ്തിട്ടില്ല. അഥവാ ഉണ്ടെങ്കിലും കുലനാരിമാർ ഒരിക്കലും കോപിക്കരുത്. ദുഷ്ടനല്ല അവൻ എന്ന് അവൻ്റെ വാക്കുകൾ കേട്ടാലറിയാം. കള്ളനുമല്ല അവൻ. മറ്റു പല കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. ആലോചിച്ചാൽ എല്ലാം തമാശയായിട്ടാണ് തോന്നുന്നത്.
ചോറും കറികളും പാകം ചെയ്യുവാനുള്ള വസ്തുക്കൾ രാജാവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ കൊണ്ടുവന്നു. അപ്പോൾ കുടം നിറയെ ജലം താനേ ഉണ്ടായി. അത് കൗതുകകരമായ കാഴ്ചയായിരുന്നു. മാത്രമല്ല അഹങ്കാരമില്ലാതെ അഗ്നി നന്നായി കത്തുകയും ചെയ്തു. അതിനുശേഷം വേഗത്തിൽ ദേഹശുദ്ധി വരുത്തി അയോധ്യാധിപതിയെ വണങ്ങി തിരികെ തേരിൽ ചെന്ന് കയറി. തേരിലുണ്ടായിരുന്ന മാലകളിലെ വാടിക്കരിഞ്ഞ പൂക്കളുടെ നിര കണ്ട് നളൻ അവ തഴുകിയപ്പോൾ പെട്ടെന്ന് മനോഹരങ്ങളായി വിളങ്ങുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് കേശിനി ദമയന്തിയോട് പറയുന്നത്. ഇത് കേട്ടിട്ട് ദമയന്തി ബാഹുക വേഷധാരിയായി എത്തിയത് നളനാണെന്ന് ഉറപ്പിക്കുന്നു.